എന്ത് വേണമെങ്കിലും എടുത്തു, ഇനി മുഴുവൻ നിങ്ങൾ എടുത്തോണ്ട് പോകുന്നത് മുഴുവൻ നിങ്ങൾ എടുത്തോണ്ട് പോയിക്കോ, എനിക്ക് കുഴപ്പമില്ല, എനിക്ക് കച്ചവടം ചെയ്യാനുള്ളത് ഇനി ഇല്ലെങ്കിൽ പോലും ദൈവം വേറെ രീതി തരും. ഇതെല്ലാം 2 ദിവസം മുമ്പ് ബണ്ടിൽ പൊട്ടിച്ച് വെച്ചതേ ഉള്ളൂ. അവർക്ക് ഞാൻ പറഞ്ഞില്ല, എത്രത്തോളം കൊണ്ടുപോകാം അത്രത്തോളം കൊണ്ടുപോകാം. എന്റെ തുണിക്കടയിലെ മുഴുവൻ സാധനങ്ങളും ഞാൻ തന്നുവിടാം, നിങ്ങൾ ഇത് കൊണ്ടുപോകണമെന്ന് പറഞ്ഞ്. അതെ, ഇതൊക്കെ അതുപോലെ തന്നെ വെച്ചേക്കാം, മടക്കി വെച്ചേക്കാം. നമ്മൾ ഓണത്തിന് വന്ന സാധനങ്ങൾക്ക് അർഹതപ്പെട്ട കയ്യിൽ എത്തിക്കുമ്പോഴാണ് നമുക്ക് വലിയൊരു സന്തോഷം ഉണ്ടാവുന്നത്. ഫ്ലിപ്കാർട്ടും ആമസോണും ഒന്നും അല്ല, ഇതേപോലുള്ള വ്യാപാരികളാണ് കഷ്ടത അനുഭവിക്കുന്നവർക്കൊപ്പം നിൽക്കുന്നത്. കേരളത്തിലെ വ്യാപാര സമൂഹത്തിന് ഒരു ബിഗ് സല്യൂട്ട് തന്നെ നൽകണം. അവര് മക്കളെ മറ്റേ സാധനങ്ങൾ എടുത്തേ, അപ്പൊ അർഹതപ്പെട്ടവരുടെ കയ്യിലെത്തണം. ഇതാണ് മലയാളി എന്ന് ഉറക്കെ പറയാൻ സത്യം പറഞ്ഞ അഭിമാനം തന്നെയാണ്. സത്യം പറഞ്ഞാൽ പറയാൻ വാക്കുകളില്ല. ഒരുപാട് സന്തോഷം. ഈ മനുഷ്യന്റെ ഈ ഒരു പ്രവൃത്തി കാണുമ്പോണ്ടല്ലോ എത്ര അഭിനന്ദിച്ചാലും മതിയാവത്തില്ല. ചേട്ടന്റെ പേര് ഷൈൻ എന്നാണ്. ഇത് കൊട്ടാരക്കരയ്ക്കടുത്ത് തിരുവനന്തപുരം റൂട്ടില് സ്റ്റൈലിൻ ഫാഷൻ എന്ന് പറഞ്ഞ തുണിക്കട നടന്ന ചേട്ടനാണ്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, വയനാട്ടിലെ അവസ്ഥ കണ്ട് നമ്മളെല്ലാവരും മരവിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ്. പുള്ളിക്കാരൻ പറയുന്ന പറഞ്ഞാൽ ഈ തുണിക്കടയിലെ പുള്ളിയുടെ ടെക്സ്റ്റൈൽസ് ആണിത്. ഇവിടുത്തെ മുഴുവൻ തുണികളും വയനാട്ടിലേക്ക് ഞാൻ കൊടുത്തുവിടാം എന്നാണ് ഈ മനുഷ്യൻ പറയുന്നത്. നിങ്ങൾ കൊണ്ടുപോകുകയാണെങ്കിൽ ഞാൻ തന്നുവിടാം, അതല്ല ഞാനും കൂടെ നമുക്ക് ഒരുമിച്ച് ഈ തുണികൾ മുഴുവൻ പാക്ക് ചെയ്ത് നമുക്ക് അവിടേക്ക് കൊണ്ടുപോകാം എന്നാണ് ഈ വലിയ മനുഷ്യൻ ചെയ്യുന്നത്.